ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ വരുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെ. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ പൊതിഞ്ഞ സ്വർണം അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോയി എന്ന അറിവുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് ഈ വിവരം രമേശ് ചെന്നിത്തലയെ അറിയിച്ചത്. ആ വിവരം അദ്ദേഹം പത്രപ്രസ്താവനയിൽ പറഞ്ഞു. അതിനുശേഷം SITയിൽ അദ്ദേഹം മൊഴി കൊടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. തനിക്ക് ഒരു ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു വ്യവസായി, മലയാളി, ആ വ്യവസായിയാണ് ഈ വിവരം തൻ്റെ അടുത്ത് പറഞ്ഞത്. തൻ്റെ അടുത്ത് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ ആ പാളി, സ്വർണത്തിൻ്റെ പാളി ആവശ്യമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു. അത് കാരണം അത് വസ്തുവാണ്. അതിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 500 കോടി രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിന് വില നമുക്ക് പറയാൻ പറ്റില്ല, 50 കോടി ഏതായാലും കിട്ടും എന്നൊക്കെയുള്ള രീതിയിലൊരു സംഭാഷണം രമേശ് ചെന്നിത്തലയുടെ സുഹൃത്ത് വ്യവസായിയോട് ആരോ സംസാരിച്ചിരിക്കുന്നു. ആരാണ് അത് സംസാരിച്ചത്? ശബരിമലയുമായിട്ട് ഇപ്പം നമ്മൾ കണ്ടെത്തിയ കുറേ അധികം മഹാന്മാരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ആണോ? എങ്കിലും സംശയം കൂടിക്കൂടി വരുന്നുണ്ട്. ആ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ ആ സ്വർണ്ണ തകിടുകൾ വിദേശത്തേക്ക് കടത്തി എന്നാണ് ഇപ്പം വരുന്നത്. നേരത്തെ മുതൽ ആ വാർത്ത ഉണ്ടായിരുന്നുവെങ്കിലും രമേശ് ചെന്നിത്തല പറയുകയും അദ്ദേഹത്തിനോട് പറഞ്ഞ ആളെ SITക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പം അതിനകത്ത് കഴമ്പുണ്ടെന്ന് തോന്നാതിരിക്കാൻ വഴിയില്ല. ഏതായാലും ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ SIT ആ വ്യവസായിയെ കണ്ടു. വ്യവസായിയും അവിടെ വന്ന് മൊഴി കൊടുത്തു. ആരാണ് തൻ്റെ അടുത്ത് ഈ സാധനം വേണോ, ഇത് വലിയ വേൾഡ് മാർക്കറ്റിൽ വലിയ വിലയുള്ളതാണ്, ഇത് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞത് ആരാണ്? അത് തീർച്ചയായിട്ടും SITക്ക് അറിയാം എന്ന് എനിക്കറിയാം. നമുക്ക് ഈ ദ്വാരപാലക ശില്പത്തിൽ 2017-2018 കാലഘട്ടത്തിൽ ആദ്യം അത് പോയത് ചെന്നൈയിലാണ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് അതിൻ്റെ CEO ഉണ്ട്, പങ്കജ് ഭണ്ഡാരി. അദ്ദേഹമാണോ ഇത് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഏജൻ്റാണോ പറഞ്ഞത്? നമുക്കറിയില്ല. ഏതായാലും പങ്കജ് ഭണ്ഡാരി ആ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് എടുത്ത് അത് കൽപേഷ് എന്നൊരാൾ മുഖേന അത് ബെല്ലാരിയിലേക്ക് കൊണ്ടുപോയി. കൽപേഷിനെ ഏതായാലും SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ ജുവലറിക്കാരന് ആണ് സ്മാർട്ട് ക്രിയേഷന് ചെന്നൈയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ കൊണ്ട് കൊടുത്തത്. ഇതൊക്കെ SIT അന്വേഷണ ടീമിന് അറിയാം. ഇതിനകത്ത് ശബരിമലയിലെ പിന്നീട് ഇപ്പം പതിപ്പിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ അതിൻ്റെ മാറ്റ്, അത് എത്രത്തോളം വരും എന്നൊക്കെയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞു SIT. അതുകൊണ്ട് കുറച്ച് ഡിലേ അവരുടെ അന്വേഷണത്തിൽ വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാണ്. അതിനൊരു 2 ആഴ്ചത്തുള്ള കാലതാമസം വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാവുമെന്ന് തോന്നുന്നു. അതുതന്നെയല്ല, ഫോറൻസിക്കിൽ അടിയന്തരമായി ശബരിമലയിൽ ഇപ്പം ഇരിക്കുന്ന ആ ദ്വാരപാലക ശില്പത്തിലെയും അതിലെ കട്ടിലപ്പടിയിലെയും വാതിലിലേക്ക് സ്വർണത്തിൻ്റെ പൂശിയിരിക്കുന്ന മാറ്ററിയണം. അതിൻ്റെ ചെമ്പിൻ്റെ തോതറിയണം. അത് ഒറിജിനൽ ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ആകാനാണ് 100% സാധ്യത. കാരണം വേൾഡ് മാർക്കറ്റിൽ ഇത് നല്ല വിലയ്ക്ക് പോകണമെങ്കിൽ അവിടെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ തകിടുകൾ, ആ ഷീറ്റ്, ആ കവറിങ്, അത് 1 ദിവസമോ 2 ദിവസമോ സ്വാമി അയ്യപ്പൻ്റെ ദേഹത്തിരുന്നാൽ മതി. ആ ദേഹത്ത് പതിച്ചതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാർക്കറ്റ് വലിയ വിലയുണ്ട്. ദ്വാരപാലക ശില്പം 2017-2018 ചെന്നൈയിലെത്തിയത് SITക്ക് അറിയാം. ഇനി പങ്കജ് ഭണ്ഡാരിയെ കൂടുതൽ ചോദ്യം ചെയ്യണം, ഗോവർദ്ധനെ ചോദ്യം ചെയ്യണം. കൽപേഷിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. കൽപേഷിനെ ചോദ്യം ചെയ്യണം. എന്തായാലും 500 കോടി രൂപ വരെ വിലമതിക്കുന്ന സാധനമാണ് ഇത് എന്നാണ് ആ വ്യവസായി മൊഴി കൊടുത്തിരിക്കുന്നത്. തൊണ്ടി സാധനം ഇപ്പം കൈവശം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണ്. ഒറിജിനൽ തൊണ്ടി കിട്ടണമല്ലോ. അത് 2025-ലും ഇപ്പോഴത്തെ പ്രശാന്ത് എന്ന ആളും ഈ സാധനം അങ്ങോട്ട് കൊടുത്തു വിടുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷനിൽ. കൊണ്ടുപോയിട്ട് വരുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആവും. സ്വാമി അയ്യപ്പൻ്റെ ദേഹത്ത് ഉള്ള പൊതിഞ്ഞിരിക്കുന്ന
ആ സ്വർണ്ണപ്പാളി തീർച്ചയായിട്ടും ഒരു ദിവസം 1 മണിക്കൂർ പൊതിഞ്ഞാണെങ്കിൽ അതിന് വലിയ വിലയുണ്ട് മാർക്കറ്റിൽ. അത് വിദേശത്തും ഉണ്ട്, നാട്ടിലും ഉണ്ട്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഓരോരോ പ്രസിഡന്റന്മാരും വന്നിരുന്ന് ഇതങ്ങ് കടത്തും. അത് ഭൂഷാന എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വരുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആകും. പിന്നീട് രണ്ടാമത് വരുന്ന പ്രസിഡന്റ് കൊണ്ടുപോകുന്ന സാധനവും അത് കൊടുത്തിട്ട് പിന്നീട് വരുന്ന സാധനവും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആവും. അങ്ങനെ അതൊരു നല്ലൊരു കച്ചവടമാണ്, പണം കിട്ടുന്നൊരു മേഖലയാണ്, വലിയ കുഴപ്പമില്ല എന്നാണ് ഇതിനെ ഉൾപ്പെട്ടവർ കരുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ കേസിലേറ്റ് അറസ്റ്റ് പേടിച്ച് മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോയ ജയശ്രീ തൻ്റെ ജാമ്യത്തിനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി ചെന്നിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. അവരുടെ അറസ്റ്റ് അടിയന്തരമായിട്ട് നടക്കണം. ഇനി ഈ കേസിൻ്റെ അന്വേഷണം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകണം. എത്ര ഉന്നതരായാലും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് SIT നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.